ഒരു ഗ്രാമപ്രദേശം. മലമുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളച്ചാട്ടവും പ്രകൃതി രമണീയമായ പച്ചപ്പും മലനിരകളും ചെറിയ ചെറിയ കാട്ടരുവികളും പിന്നെ ദുരൂഹത തളം തെറ്റി നിൽക്കുന്ന ഒറ്റപ്പെട്ട മരങ്ങളും എല്ലാം കൂടി ചേർന്ന് പറയാൻ ബാക്കി വെച്ച എന്തൊക്കെയോ കാര്യങ്ങൾ ഉള്ളതുപോലൊരു തോന്നൽ. ബോണക്കാട് എസ്റ്റേറ്റ് ഫാക്ടറിയിൽ നിന്നും 3 കിലോമീറ്ററിലധികം നടന്നു വേണം ബംഗ്ലാവിൽ എത്തിച്ചേരാൻ. പോകുന്ന വഴിയെല്ലാം വിജനമാണ്. മാത്രമല്ല, പോകുന്ന വഴികളിൽ ചെറിയ ചെറിയ അരുവികളും പഴയകാല തേയില ചെടികളുടെ അവശേഷിപ്പുകളും കാണാം. പോകുന്ന വഴിക്ക് ഒരു പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടവും കണ്ടു. 1983 പുതുക്കി പണിതതായും ഈ കെട്ടിടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മുന്നോട്ട് നീങ്ങുമ്പോൾ ബംഗ്ലാവിന്റെ പ്രധാന കവാടത്തിലേക്ക് എത്താം. കാഴ്ചയിൽ തികച്ചും ദുരൂഹതകൾ നിറഞ്ഞതാണ് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ ബംഗ്ലാവ്. പരിസര പ്രദേശങ്ങളിലുള്ള മരങ്ങളിലും ഈ ദുരൂഹതകൾ കാണാൻ കഴിഞ്ഞു. അകത്തുനിന്ന് ഓരോ ജനലിൽ കൂടി നോക്കുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. പ്രത്യേക രീതിയിലുള്ള ജനൽ സംവിധാനം തന്നെയാണ് ബംഗ്ലാവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു മണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തെങ്കിലും ഒറ്റപ്പെട്ട ഒരു സ്ഥലമെന്നല്ലാതെ ആളുകൾ പറയുന്നത് പോലെ അസ്വാഭാവികമായി ഒന്നും തന്നെ ഞങ്ങൾക്കിവിടെ അനുഭവപ്പെട്ടില്ല. പേരമരത്തിൽ നിന്ന് പേരയ്ക്കയും പറിച്ചു കഴിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ മടക്കയാത്ര. മറ്റൊരു വ്യത്യസ്ത യാത്രാ അനുഭവവുമായി വീണ്ടും കാണാം.